നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ യോഗത്തിൽ നേതൃമാറ്റം ചർച്ചയായില്ല. ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. മാധ്യമങ്ങളിൽ പല അഭിപ്രായം പറയരുത്. പരസ്യ പ്രതികരണങ്ങളിൽ ഇനി ഹൈക്കമാൻഡിന് നിരീക്ഷണമുണ്ടാകും. മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളെ നിരാശപ്പെടുത്തരുതെന്ന് യോഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. UDF അധികാരത്തിലെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മല്ലികാർജുൻ ഖർഗെയും പ്രതികരിച്ചു. We should be, first, we should follow a discipline in the party. Secondly, the leaders should be united and there should be a collective leadership and we should not underestimate our workers. So what workers are thinking, we should also go with that line. No, today's meeting was very positive. Everybody was together and everybody spoke. And Rahul ji, Mallikarjun Kharge ji, Priyanka ji, everybody was there. We are all കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകും. ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി പോകുന്ന പറഞ്ഞ പിന്നെ അതിനപ്പുറത്ത് എന്താണ്? കേരളത്തിലെ കോൺഗ്രസ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ ജനങ്ങളോടൊപ്പം കോൺഗ്രസ് നിൽക്കും. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ഡാൻ, പ്രധാനമായും ഈ KPCC അധ്യക്ഷ മാറ്റം അടക്കം ഇന്നത്തെ യോഗത്തിൽ പ്രധാന ചർച്ചയായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ചർച്ച ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കണമല്ലേ? എന്തായാലും KPCC അധ്യക്ഷനായി K സുധാകരൻ തന്നെ തൽക്കാലം തുടരും അല്ലെ? ഭവ്യ, കഴിഞ്ഞ ആഴ്ച ന്യൂസ് 18 തന്നെ പുറത്തുവിട്ട വാർത്ത ശരിവെക്കുന്ന തരത്തിലാണ് ഹൈക്കമാൻഡ് ഇന്ന് വിളിച്ച നിർണായകമായ കൂടിക്കാഴ്ചയിലെ തീരുമാനങ്ങൾ. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വരെ K സുധാകരൻ തന്നെ തുടരട്ടെ എന്ന ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് മാറ്റമില്ലാതെ തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലഭ്യമാകുന്ന വിവരങ്ങൾ. അതായത് കൂട്ടായ നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കാനാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. അതോടൊപ്പം ശശി തരൂരുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറികൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കുന്ന പ്രസ്താവനകൾ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് നേതൃത്വം സംസ്ഥാനത്തെ നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ആ മുന്നറിയിപ്പ് ഇന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് നേതാക്കൾക്ക് മുമ്പിൽ. ഒരു കാരണവശാലും ഇടത് നേതൃത്വത്തിന് വടി കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് നിർദ്ദേശം. അത്തരത്തിലുള്ള പ്രസ്താവനകൾ, അഭിപ്രായ ഭിന്നതകൾ മറനീക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിൽ കൃത്യമായ നിരീക്ഷണം, ഇടപെടൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ദേശീയ നേതൃത്വം സംസ്ഥാനത്ത് നിന്ന് വിളിച്ചു ചേർത്ത നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോയില്ലെങ്കിൽ വിജയസാധ്യതയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് രാഹുൽ ഗാന്ധി തന്നെ സംസ്ഥാന നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അഭിപ്രായ ഭിന്നതകൾ മുഴുവൻ പറഞ്ഞു നീക്കി നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒന്നായി പോകാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് 2 മണിക്കൂറിലേറെ നീണ്ട നിർണായകമായ കൂടിക്കാഴ്ച അവസാനിച്ചത്. ഏറ്റവും പ്രധാനമായി ഈ പരസ്യ പ്രതികരണങ്ങളിൽ ഇനി ഹൈക്കമാൻഡിന് ഒരു നിരീക്ഷണം ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകി അല്ലേ യോഗത്തിൽ? നിരീക്ഷണം എന്നതിനപ്പുറത്തേക്ക് അത് നടപടികളിലേക്ക് തന്നെ കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പാർട്ടി ഒരു അഭിമാന പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 2 തവണ തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന സാഹചര്യം, അത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ അടക്കം വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പശ്ചാത്തലം. ഒരു തവണ കൂടി അങ്ങനെയൊരു പരാജയം ഉണ്ടായാൽ അതിന് കോൺഗ്രസ് നൽകേണ്ടി വരുന്ന വില കനത്തതായിരിക്കും. അത് നേരിടാൻ പാർട്ടിക്ക് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏത് വിധേനയും 2026 അധികാരത്തിലേക്ക് തിരിച്ചെത്തുക എന്നൊരു നിർണായകമായ ലക്ഷ്യം കോൺഗ്രസിന് മുമ്പിൽ അവശേഷിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ദേശീയ നേതൃത്വം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഒരു വർഷം മുമ്പ് തന്നെ, തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് തന്നെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അധികാര തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതുമായി ബന്ധപ്പെട്ട ജയസാധ്യതകളെ ബാധിക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന നേതാക്കൾക്ക് അതിൽ നടപടിയും വിലയും നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ യോഗത്തിൽ നേതൃമാറ്റം ചർച്ചയായില്ല. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. എന്തായാലും തൽക്കാലം KPCC അധ്യക്ഷനായി K സുധാകരൻ തന്നെ തുടരുന്ന സാഹചര്യമാണ്. നേരത്തെ തന്നെ ഇക്കാര്യം ന്യൂസ് 18 കഴിഞ്ഞ ആഴ്ച തന്നെ വെളിപ്പെടുത്തിയതായിരുന്നു. യോഗത്തിൽ അക്കാര്യം തന്നെയാണ് തീരുമാനമായിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ശശി തരൂർ MP